ഇന്ന് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് സന്തോഷമായിരിക്കും. കാരണം മിക്ക ആൾക്കാരും ഫേസ് വാഷ് ഒന്നും തന്നെ ഇഷ്ടമല്ല, പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടും പേടിച്ചിട്ടും പലരും ഒരു രീതിയിലെ ഫേസ് വാഷോ ക്ലെൻസറോ ഒന്നും ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറലായിട്ട് ഒരു ഫേസ് വാഷാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ സന്തോഷമാണ്. കാരണം അത്രമാത്രം റിസൾട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ഫേസ് വാഷിലാണെങ്കിലും. അപ്പോൾ ഫേസ് വാഷ് അപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതിയോ മാം എന്നും ചോദിക്കും. അപ്പോൾ ക്ലെൻസർ ഒന്നും ചെയ്യണ്ടേ എന്നുള്ളത് ചോദിക്കുന്നവരുണ്ട്. സോ ക്ലെൻസർ എന്നുള്ളത് നമുക്ക് ഡീപ്പ് ക്ലീനിങ് ആണ്, അതെപ്പോഴും മനസ്സിലാക്കുക. ഫേസ് വാഷും ക്ലെൻസറും നമ്മളുടെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ പുറമേയുള്ള ലെയർ ക്ലിയർ ചെയ്ത് വരുവാണെങ്കിൽ, നമുക്ക് ക്ലെൻസർ എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ക്ലെൻസർ നമുക്ക് നിർബന്ധമായിട്ടും ക്ലെൻസർ വേണം, ടോണർ വേണം, മോയ്സ്ചറൈസർ വേണം, ഇതെല്ലാം നമുക്ക് നിർബന്ധമാണ്. പക്ഷേ നമ്മളുടെ സ്കിന്നിൽ ഇതുപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഇതുപോലത്തെ ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യണം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് വന്നിട്ട് നമുക്കൊന്ന് ഫേസ് ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഹോം മെയ്ഡായിട്ടുള്ള ഫേസ് വാഷ് വെച്ച് നമ്മൾ വാഷ് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്കിൻ കെയറിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഹോം കെയർ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത്രമാത്രം റിസൾട്ടാണ്. എന്തായാലും ഇത് ചെയ്ത് നോക്കണം. അത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് മാത്രം ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ കൂടെ നമ്മളെപ്പോഴും നമ്മളുടെ സ്കിൻ കെയർ ഫോളോ ചെയ്യുക. 40+ എന്നുള്ളതല്ല, 30 ഇയേഴ്സിൽ നമ്മൾ സ്കിൻ കെയർ നിർബന്ധമാക്കേണ്ടതാണ്. നമ്മളുടെ സ്കിൻ എപ്പോൾ മെച്ചുവേർഡ് ആവണം അപ്പോൾ മുതൽ നമുക്കൊരു ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഒരു 30 വയസ്സെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ശരിക്കും ബോറടിച്ചിട്ടുണ്ടാവും. ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്, സ്കിൻ കെയർ ചെയ്യൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരുപാട് പേര് ഇപ്പോൾ കേട്ടിട്ട് ആക്ച്വലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാം ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് സ്കിൻ കെയർ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ ഇന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഇന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. കാരണം നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിച്ചു അത്ര തന്നെയാണ്, കുറച്ച് പേർക്കെങ്കിലും ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ. കാരണം ഏറ്റവും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, നമുക്ക് നമ്മളെ ഓക്കെ ആക്കി കാണണം, അല്ലെങ്കിൽ ഓക്കെ ഇരിക്കണം, ഞാൻ എന്നെ കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നണം എന്നുള്ളതാണല്ലോ. അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്മളുടെ സ്കിന്നെല്ലാം ഒരുപാട് പ്രശ്നമായതിനു ശേഷം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, പീലിംഗ് ചെയ്യുന്നു, കെമിക്കൽ പീൽ ചെയ്യുന്നു, ഡോക്ടേഴ്സിനെ കാണുന്നു, ഇങ്ങനെ ഒരുപാട് പൈസ കളഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു 30 വയസ്സിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രശ്നം 100% ഗ്യാരൻറ്റിയാണ് വരത്തില്ല എന്നുള്ളത്. ഇനിയും നിങ്ങൾക്ക് ഒരു 40+ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ, ഡ്രൈനെസ്, റിങ്കിൾസ്, അതുപോലെ തന്നെ അൺഈവൺ, അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാവും എന്നുള്ളത് ഗ്യാരൻറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ നിങ്ങളുടെ സ്കിൻ എന്താണെന്നോ ഇതൊന്നും മനസ്സിലാക്കാനോ, കാരണം എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് മേടിക്കാൻ അറിയില്ല, എന്താണ് സ്കിൻ കെയർ എന്നൊന്നും അറിയില്ല. അങ്ങനെ അറിയില്ല എന്ന് വിഷമിക്കുവാണെങ്കിൽ ഞാൻ സ്കിൻ കെയറിന് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നമുണ്ട്, അതൊക്കെ മാറി ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ, അതാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഒരു മാജിക് പോലെ ഒരു ക്രീം എടുത്ത് തേച്ച് മാച്ച് കളയുന്നതല്ല. ഇവിടെ നമ്മളൊരു സ്കിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്തു ഒരു ഹെൽത്തി സ്കിന്നാക്കിക്കൊണ്ട് ഒരു ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ സ്കിൻ കെയർ പ്രോപ്പർ ആക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു ക്ലിയർ സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. 3 months ഞാൻ ഗൈഡ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ആവശ്യം ഉണ്ടാവും,
നിങ്ങൾ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്തോളും. 3 മന്ത്സ് ഞാൻ ഗൈഡ് ചെയ്യുന്നതിന് എനിക്ക് 5000 റുപ്പീസ് ഫീസ് ഉണ്ട്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതിലേക്ക് ജോയിൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് സ്കിന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് വാഷാണ്. ഒരുപാട് ആക്നെ മാർക്സ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ടാൻ അടിച്ചിട്ടുള്ളവർക്ക്, അതുപോലെ ഇപ്പോൾ നമുക്കറിയാലോ ഈ ചൂടത്തൊക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് കരുവാളിച്ച് പോകും, അങ്ങനെയുള്ളവർ, പിന്നെ ഒരുപാട് ഡള്ളായിട്ടുള്ള സ്കിന്ന്, ഭയങ്കര പെട്ടെന്ന് ഡാർക്കായി പോയി എന്നൊക്കെ പറയും. നല്ല കളറുള്ള ആളായിരുന്നു, എന്തോന്നറിയില്ല പെട്ടെന്ന് സ്കിൻ ഡാർക്കായി പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫേസ് വാഷ് നിങ്ങൾ ഡെയിലി ബേസിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്താണ് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത് നോക്കാം. നമുക്ക് വേറെ ഒന്നുമല്ല, ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ കടലമാവ്, ബേസൻ പൗഡർ. ഓക്കെ, അതില്ലാതെ ഒന്നും തന്നെ ഇല്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈസൂർ ഡാൽ, അതായത് ചുവന്ന പരിപ്പുണ്ടല്ലോ, അതിൻ്റെ പൗഡർ സൂപ്പർബാണ്. അതെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേസൻ പൗഡർ, അതേ കടലമാവാകുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ വീട്ടിലും എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമായതുകൊണ്ട് അത് പറഞ്ഞു. അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഡാൽ പൗഡർ എടുക്കാം കേട്ടോ. ചുവന്ന ഡാൽ, മൈസൂർ ഡാലിൻ്റെ പൗഡർ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാണി മെട്ടി. അപ്പോൾ അത് നമുക്ക് പൗഡർ വേണ്ടത് ഡാൽ പൗഡർ അല്ലെങ്കിൽ നമുക്ക് കടലമാവ് വേണ്ടത് 1 സ്പൂണാണ്. 1 സ്പൂൺ നമ്മൾ മുൾട്ടാണി മെട്ടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കോഫി പൗഡർ, അതായത് 1 സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കോഫി പൗഡർ എടുത്ത് മുൾട്ടാനി മെട്ടി, അതല്ലെങ്കിൽ നമുക്ക് മുൾട്ടാനി മെട്ടി എടുക്കുക. ദെൻ ബേസൻ പൗഡർ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഡാൽ പൗഡർ എടുക്കുക കേട്ടോ. അത് ചുവന്ന ഡാലിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതെടുക്കുക. ദെൻ നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ സാൻഡൽവുഡ് പൗഡറാണ്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ എടുത്താൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ക്വാണ്ടിറ്റി കിട്ടും. ഒരു ബോർഡ് നമുക്കിതൊന്നും പെട്ടെന്ന് ചീത്തയായി പോകുന്ന സംഭവമേ അല്ല. ഇത് നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഡബിൾ വേണമെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മളുടെ ഇത് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് വിട്ടു പോകരുത്. ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടി നമ്മൾ ഈ ഒരു അളവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ കൂടുതൽ അളവ് ആണ് നമ്മൾ ചെയ്തു വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കതിൽ കൂടുതൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലേക്ക് എടുക്കാം. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമുക്ക് മസ്റ്റാണ്, വിട്ടു പോകരുത്. 1/4 ടീസ്പൂൺ നമ്മൾ കസ്തൂരി മഞ്ഞൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ കടലമാവ് 1 സ്പൂൺ എടുത്തു. അതിലേക്ക് നമ്മൾ സാൻഡൽവുഡ് പൗഡർ എടുത്തു, മുൾട്ടാണി മെട്ടി എടുത്തു. എല്ലാ മുൾട്ടാണി മെട്ടി നമുക്കറിയാം എല്ലാം ആയുർവേദിക് ഷോപ്പിലും കിട്ടും. അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ അതുപോലെ ആയുർവേദിക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. സോ അതെടുക്കുക. സാൻഡൽവുഡ് പൗഡറും കിട്ടും കേട്ടോ. നല്ലത് മേടിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് എന്താ പറയുക പാക്കറ്റ്സിലൊക്കെ വരുന്നുണ്ട്, ബട്ട് എല്ലാത്തിലും അത്ര ഒരു ഇതായിരിക്കില്ല. അപ്പോൾ നല്ല ഓർഗാനിക് ആയിട്ടുള്ള നോക്കി മനസ്സിലാക്കി പ്രൊഡക്റ്റ് നല്ലതാണെന്ന്, ക്വാളിറ്റി ഉള്ളതാണെന്ന് നോക്കി മനസ്സിലാക്കി മേടിക്കുക. അപ്പോൾ ഇത് 1 സ്പൂൺ ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുക. പൊടിച്ച് വെക്കുക എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഡാലാണെങ്കിൽ മാത്രമേ പൊടിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പൗഡറായിട്ട് തന്നെ കിട്ടുന്നത് കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇതൊരു ബോട്ടിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. പൊടിച്ച് വെക്കുക എന്നുള്ളതിലുപരി മിക്സ് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് 1 സ്പൂൺ എടുക്കുക. നമ്മൾ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഫേസിലേക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യില്ല, അതുപോലെ ഒന്ന് മസാജ് ചെയ്ത് നല്ല രീതിയിൽ ഒരു 2 to 3 മിനിറ്റെങ്കിലും സമയമെടുത്ത് ഇതൊന്ന് മസാജ് ചെയ്യുക കേട്ടോ. പെട്ടെന്നല്ല, 2-3 മിനിറ്റെങ്കിലും സമയമെടുക്കുക. പെട്ടെന്ന് പോയി ഇങ്ങനെ തേച്ച് ഉരച്ചിട്ട് വരരുത്. പിന്നെ ഫേസ് ഒരിക്കലും എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ഹാർഡായിട്ട് തേച്ച് ഉരയ്ക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭയങ്കര സോഫ്റ്റായിട്ട് ജെൻറ്റലായിട്ട് മസാജ് കൊടുക്കുക. ഒരു കാരണവശാലും ഇത്ര ഹാർഡായിട്ട് ഇത് ഇങ്ങനെ തേക്കരുത് കേട്ടോ. ഇങ്ങനെയായിരിക്കണം നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അതും വളരെ സോഫ്റ്റായിട്ട് ചെയ്യുക. നമ്മൾ നെക്കും എല്ലാം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യാവുന്നതാണ്. ആ ഒരു ശരിക്കും നല്ലൊരു ഡിഫറൻസ് അറിയാൻ പറ്റും. നമ്മൾ സ്കിന്നിൻ്റെ ആ ഒരു കരുവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ അത് ചെയ്യുക. അതിൻ്റെ കൂടെ മോർണിംഗ് ആൻഡ് നൈറ്റ് നിർബന്ധമായിട്ട് നമ്മൾ സ്കിൻ കെയർ ഫോളോ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അറിയിക്കണം കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്. കുറച്ച് പേരൊക്കെ പറയും മാം ഇത് ചെയ്തു നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടെന്ന്. കുറേ പേർക്ക് മടിയൊന്നും വേണ്ട. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷും കൂടിയാണ്. അപ്പോൾ ആഗ്നെ മാർക്സ് ഉള്ളവർ അങ്ങനെയൊക്കെ നമ്മൾ സ്കിൻ ഡള്ളായി ഞാൻ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് സ്കിന്നിനൊക്കെ നമുക്കിത് എടുക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തേക്കുക. ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റൊക്കെ വയ്ക്കുക. അവിടെ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ചൊറിച്ചലോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. എപ്പോഴും അത് ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് കേട്ടോ. അവിടെ എന്തെങ്കിലും ഇച്ചിങ് എന്തെങ്കിലും ഉണ്ട്, ചൊറിച്ചൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ ഈ വീഡിയോ. കാരണം അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾക്കും ഒരു പ്രോപ്പർ സ്കിൻ കെയർ അറിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്കും 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.